ആദ്യമായി നിങ്ങളെ കണ്ട് ഹൃദയത്തിൽ ഇഷ്ടമുണ്ടാകുന്ന ഒരു വ്യക്തി നിങ്ങളറിയാതെ നിങ്ങളെ നിരീക്ഷിക്കുന്നത് എങ്ങനെ എന്ന് മനസ്സിലാക്കാം. ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഈ 5 കാര്യങ്ങൾ നിങ്ങൾ കാണുകയാണെങ്കിൽ ഒരു വ്യക്തിക്ക് അവരുടെ ഹൃദയത്തിൽ നിങ്ങളോട് ഇഷ്ടം തുടങ്ങിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇത് വെച്ച് നിങ്ങളോടുള്ള അവരുടെ ഇഷ്ടത്തെ അളക്കാനും സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ അവരുടെ ഹൃദയത്തിൽ ഇഷ്ടമുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ചിലപ്പോൾ നിങ്ങൾ അറിയാതെയാണ് അവർ നിങ്ങളെ ഇഷ്ടപ്പെട്ടത്. അത് നമുക്കിതിലൂടെ മനസ്സിലാക്കാം. 1. നിങ്ങൾ പോകുമ്പോൾ, ഏതെങ്കിലും വഴി പോകുമ്പോൾ, അവരുടെ മുന്നിൽ കൂടി പോകുമ്പോൾ കണ്ണെടുക്കാതെ നിങ്ങളെ നോക്കുന്നതായി കാണാം. ചില വ്യക്തികളൊക്കെ നിങ്ങൾ എങ്ങോട്ടേലൊക്കെ പോകുമ്പോൾ നിങ്ങളെ ഇങ്ങനെ നിരീക്ഷിക്കുന്നതായി കാണാം, അല്ലെങ്കിൽ നോക്കുന്നതായി കാണാം. അവർ എന്തിനാണ് നിങ്ങളെ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ സ്നേഹമായിരിക്കില്ല. നിങ്ങളെ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടാവും. നിങ്ങളെപ്പോലെ രൂപസാദൃശ്യമുള്ള ആരെയെങ്കിലും അവർ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലനമാണ് നിങ്ങളിങ്ങനെ സൂക്ഷിച്ച് നോക്കേണ്ടിയിരിക്കലും ശ്രദ്ധിക്കലൊക്കെ. എന്നാൽ ഒരു വ്യക്തിക്ക് ഹൃദയത്തിൽ നിങ്ങളോട് സ്നേഹം തോന്നുമ്പോൾ, നിങ്ങളെ പെട്ടെന്ന് കണ്ട് ഇഷ്ടപ്പെട്ടു, ആ വ്യക്തിക്ക് ഹൃദയത്തിൽ സ്നേഹം തോന്നുമ്പോൾ നിങ്ങൾ ആ വ്യക്തിയുടെ മുന്നിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ, എപ്പോഴങ്ങനെ നിങ്ങൾ പോവുകയാണെങ്കിലും, അത് പ്രത്യേകിച്ച് നിങ്ങൾ ഒറ്റയ്ക്ക് ഉള്ള സമയത്താണെങ്കിൽ നിങ്ങളെ കണ്ണെടുക്കാതെ ഇങ്ങനെ നോക്കുന്നതായി കാണാം. നിങ്ങളെ സ്കാൻ ചെയ്യുന്ന പോലെ നോക്കുന്നതായി കാണാം. നിങ്ങൾ മറയുന്നിടം വരെ അവർ ഇങ്ങനെ നോക്കി നിൽക്കുന്നതായി കാണാം. പെട്ടെന്ന് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. എങ്കിലും കുറച്ച് ദിവസങ്ങൾ ഇങ്ങനെ സംഭവിക്കുമ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കുറച്ച് കഴിയുമ്പോൾ ആർക്കാണെങ്കിലും അത് ക്ലിക്കാവും. ആ വ്യക്തി എന്നെ നോക്കുന്നുണ്ടല്ലോ, ഇതെന്താണ് എന്നൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ക്ലിക്കാവും. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കുക, ആളുടെ സാഹചര്യങ്ങളും ആളുടെ അവസ്ഥകളും വെച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങളോട് ഹൃദയത്തിൽ ഇഷ്ടമുള്ളവരാണ്, ഇഷ്ടം തോന്നിയവരാണ് നിങ്ങളെ ഇങ്ങനെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്നു, നിങ്ങളെ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് മനസ്സിലാക്കിയിരിക്കണം. സാഹചര്യം വെച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ അതേ പ്രായമുള്ളവർ, നിങ്ങളോട് യോജിക്കുന്നവർ, അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വെച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അവരുടെ നോട്ടത്തിൻ്റെ അർത്ഥം. ഇങ്ങനെയാണ് എല്ലാ സ്നേഹബന്ധങ്ങളും തുടങ്ങിയിട്ടുള്ളത്, മനസ്സിലാക്കിയിരിക്കുക. 2. എത്ര വലിയ ആൾക്കൂട്ടത്തിൽ നിങ്ങൾ നിന്നാലും ഹൃദയത്തിൽ നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തി, ഇഷ്ടപ്പെട്ട ആ വ്യക്തി എപ്പോഴും നിങ്ങളെ തന്നെ ശ്രദ്ധിക്കുന്നതായി കാണാം. ചിലപ്പോൾ നിങ്ങൾ അത് കണ്ടെന്നിരിക്കും, ചിലപ്പോൾ കണ്ടില്ലെന്നിരിക്കും. എങ്കിലും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക, ഒരു വ്യക്തി നിങ്ങൾ എത്ര വലിയ ആൾക്കൂട്ടത്തിൽ നിൽക്കുമ്പോഴും നിങ്ങളെ തന്നെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അത് എപ്പോഴും നിങ്ങളുടെ ഭാഗത്തേക്കായിരിക്കും മുഖത്തിൻ്റെ ദൃഷ്ടി വരിക. അവർ പല ഭാഗത്തേക്ക് നോക്കുന്നുണ്ടെങ്കിലും ദൃഷ്ടി മാറി മാറി നിങ്ങളുടെ ഭാഗത്തേക്ക് വരും. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ആ വ്യക്തിക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ ഇഷ്ടമുണ്ടെന്ന്. ഇതൊക്കെ നിങ്ങൾ കണ്ടും മനസ്സിലാക്കിയിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ജീവിതത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് പല സാഹചര്യങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ. ഇതൊക്കെ പെട്ടെന്ന് എഫക്റ്റീവായി വരുന്നത് എവിടെയാണെന്ന് അറിയാമോ? സ്കൂൾ ലൈഫിലും അതേപോലെ തന്നെ കോളേജ് ലൈഫിലൊക്കെയാണ്. അവിടെയുള്ള മീറ്റിങ്ങുകൾ, അതേപോലെ എന്തെങ്കിലും സ്റ്റേജ് പ്രോഗ്രാമുകൾ, നിങ്ങൾ കൂടുന്നതായ ആ സിറ്റുവേഷൻസ്, ഇവിടെയൊക്കെ പെട്ടെന്ന് ഇത് എഫക്റ്റീവാണ്. അതേപോലെ മറ്റ് സ്ഥലങ്ങൾ, അമ്പലങ്ങളിലെ ആൾക്കൂട്ടങ്ങൾ, പള്ളികളിലെ ആൾക്കൂട്ടങ്ങൾ, അങ്ങനെയുള്ള ആളുകൾ കൂടുന്ന സ്ഥലത്തൊക്കെ ഈ പറഞ്ഞ കാര്യം എഫക്റ്റാണ്. നിങ്ങളെ ഹൃദയത്തിൽ ആദ്യമായി സ്നേഹിക്കാൻ തുടങ്ങിയ ഒരു വ്യക്തിയാണെങ്കിലും, അതേപോലെ തന്നെ കുറച്ച് പരിചയമുള്ള വ്യക്തിയാണെങ്കിലും, അവർക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ ഇഷ്ടമുണ്ടെങ്കിൽ അവർ നിങ്ങളെ കണ്ണെടുക്കാതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. എത്ര വലിയ ആൾക്കൂട്ടത്തിലും അവരുടെ ദൃഷ്ടി നിങ്ങളിലേക്കായിരിക്കും. ഇത് മനസ്സിലാക്കിയിരിക്കുക. ചിലപ്പോൾ അകലെ നിന്നായിരിക്കും, ചിലപ്പോൾ നിങ്ങൾ അടിഭാഗത്തായിരിക്കും, അവർ മേളുഭാഗത്ത് ഇരിക്കുകയായിരിക്കും. എങ്ങനെ വന്നു കഴിഞ്ഞാലും നിങ്ങളിലേക്ക് ദൃഷ്ടി വന്നിരിക്കും. ഇതൊക്കെ ചില മറഞ്ഞു കിടക്കുന്ന രഹസ്യങ്ങളാണ്. അല്ലെങ്കിൽ തന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിയിരിക്കുക, ഒരു വ്യക്തി നിങ്ങളെ ശ്രദ്ധിച്ച് നോക്കുന്നുണ്ടെങ്കിൽ അതിലെന്തോ കാര്യമുണ്ടെന്ന്. അതാരായാലും അങ്ങനെ തന്നെയാണ്. 3. ചിലർ പുഞ്ചിരിക്കും, ചിലർ ഒന്നും കാണിക്കാതെ നടക്കും. നിങ്ങളെ കണ്ടു പരിചയമുള്ള ഒരു വ്യക്തിയാകാം, അല്ലെങ്കിൽ ആദ്യമായി കാണുന്ന ഒരു വ്യക്തിയാകാം. നിങ്ങളോട് അവരുടെ ഹൃദയത്തിൽ ഇഷ്ടമുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ നോക്കി അവർ പുഞ്ചിരിക്കും. ചിലർ ഒന്നും പുറമെ കാണിക്കാതെ നടക്കും, എങ്കിലും നോക്കുന്നുണ്ടാവും. ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കുക. ഓരോ വ്യക്തികളുടെയും ഹൃദയത്തിൻ്റെ അവസ്ഥ അനുസരിച്ചാണ്, സ്വഭാവം അനുസരിച്ചാണ് അവർ മറ്റുള്ളവരിലേക്ക് റിയാക്ട് ചെയ്യുന്ന രീതി. ചിലർ ഒന്നും അറിയാത്ത പോലെ നടക്കും, ചിലർ നോട്ടം കൊണ്ട് അത് മനസ്സിലാക്കിക്കാൻ നോക്കും, ചിലർ അല്ലാണ്ട് പുറകെ നടന്ന് മനസ്സിലാക്കിക്കാൻ നോക്കും. അങ്ങനെ ഓരോരോ സിറ്റുവേഷൻസാണ്, ഓരോരുത്തരുടെ സ്വഭാവം അനുസരിച്ചാണ് അവർ പ്രവർത്തിക്കുന്നത്. അപ്പോൾ നിങ്ങളോട് ഹൃദയത്തിൽ ഇഷ്ടം തോന്നിയ ഒരു വ്യക്തി ചിലപ്പോൾ നിങ്ങളെ നോക്കി പുഞ്ചിരിച്ചെന്നിരിക്കാം, ചിലർ പുഞ്ചിരിക്കാതെയും നടക്കും. എങ്കിലും പുഞ്ചിരിക്കാതെ നടക്കുന്നവരും നിങ്ങളെ നോട്ടം കൊണ്ട് ആകർഷിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നോട്ടം കൊണ്ട് അവരുടെ വലയത്തിലാക്കാൻ സാധ്യതയുണ്ട്. ഇത് മനസ്സിലാക്കിയിരിക്കുക. 4. ഇതൊരു പ്രത്യേക അവസ്ഥയാണ്. നിങ്ങൾ ഉള്ള സ്ഥലത്തെല്ലാം അവർ എത്തും. നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ആദ്യമാകാം, സ്നേഹിച്ച് തുടർന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാകാം, നിങ്ങൾ ഉള്ളിടത്തെല്ലാം അവർ എത്തും. അത് അവരുടെ മനസ്സിൻ്റെ ഒരു അവസ്ഥയാണ്. നിങ്ങളുടെ ആ സാമീപ്യത്തിലായിരിക്കുക, നിങ്ങൾ എവിടെ പോയാലും അവിടേക്ക് എത്തുക, നിങ്ങളോട് ചേർന്നിരിക്കുക എന്നുള്ളൊരു കാര്യം. അതുകൊണ്ട് നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങുന്ന ഒരു വ്യക്തിയാകാം, അല്ലെങ്കിൽ ഹൃദയത്തിൽ ആദ്യമായി സ്നേഹം തുടങ്ങിയ വ്യക്തിയാകാം, അങ്ങനെ എന്തുമാകാം. നിങ്ങളോട് ഇഷ്ടമുള്ള ഒരു വ്യക്തി നിങ്ങൾ ഉള്ളിടത്ത് എത്താൻ അവർ ശ്രമിച്ചിരിക്കും.
നിങ്ങൾ ചിലപ്പോൾ ഒരു വഴിക്കൂടെ നടന്നങ്ങ് പോവുകയാണെങ്കിൽ അവർ അത് കണ്ടാൽ അവർ മറ്റൊരു വഴിക്കാണ് പോകേണ്ടത് അല്ലെങ്കിൽ പോകുന്നതെങ്കിലും തിരിച്ച് നിങ്ങളുടെ വഴി തന്നെ വരാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കുക. ഇതൊക്കെ ഹൃദയത്തിൽ ഇഷ്ടമുള്ളവർ മാത്രം കാണിക്കുന്ന കാര്യങ്ങളാണ്. ഇനി അഞ്ചാമത്തെ കാര്യം, നിങ്ങൾ നടന്ന അതേ വഴിയിലൂടെ അവർ നടക്കാൻ ശ്രമിക്കുന്നു. ചിലപ്പോൾ നിങ്ങൾ ചവിട്ടിപ്പോയ ആ കാലടി പാടുകൾക്ക് മുകളിൽ കൂടി ചവിട്ടി അവർ നടക്കും. ഇതൊക്കെ ഇഷ്ടത്തിൻ്റെ ഒരു ലക്ഷണമാണ്. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ നിങ്ങൾ പോകുന്ന വഴിയിലൂടെ തന്നെ അവർ വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ പോയ കാലടി പാടുകളെ ചവിട്ടി അവർ വരാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്നതാണ്. നിങ്ങളോട് ഒരു വ്യക്തിക്ക് ഹൃദയത്തിൽ ഇഷ്ടം തോന്നുമ്പോഴുള്ള പല പല പ്രവർത്തനങ്ങളാണ് ഈ വീഡിയോയിൽ കൂടി നിങ്ങളോട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തന്നത്. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക ജീവിതത്തിൽ. അതാരാണെങ്കിലും ഇതറിഞ്ഞിരിക്കുക. സ്നേഹത്തിന് വലിപ്പച്ചെറുപ്പമില്ല. സ്നേഹത്തിൻ്റെ അവസ്ഥകൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അത് ലോകമുള്ളിടത്തോളം സ്നേഹവുമുണ്ട്, ഇഷ്ടങ്ങളുമുണ്ട്, എല്ലാമുണ്ട്. ഒരു കൂട്ടം ആളുകൾ സ്നേഹിച്ച് ഭൂമിയിൽ നിന്ന് മരണപ്പെട്ടു പോകുമ്പോൾ ഒരു കൂട്ടം ആളുകൾ ജനിച്ച് പുതിയ സ്നേഹത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ അവസ്ഥകളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അവർ കടന്നു പോകുമ്പോൾ അടുത്ത ആളുകൾ വരും. ലോകമുള്ളിടത്തോളം സ്നേഹവും ഉണ്ടാവും, ഇഷ്ടവും ഉണ്ടാവും. ഈ രീതിയിൽ കാണുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഉണ്ടാവും. ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ വാക്കുകൾ ഇത് ലോകമുള്ളിടത്തോളം അങ്ങനെ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഇതിനൊരു മാറ്റം സംഭവിക്കത്തില്ല. ഈ പറയുന്ന ഞാനൊക്കെ മരണപ്പെട്ടു പോയി കഴിഞ്ഞാലും പിന്നീട് വരുന്ന പുതിയ തലമുറകളായി ഇത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഈ പറയുന്നതിന് യാതൊരു മാറ്റവും സംഭവിക്കത്തില്ല. ഇതൊക്കെ നിങ്ങൾ മനസ്സാക്കിയിരിക്കുക. ഏത് സാഹചര്യത്തിലാണെങ്കിലും ഇതൊക്കെ മനസ്സാക്കി പ്രവർത്തിക്കുക. എന്നാൽ എല്ലാം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളെ ഹൃദയത്തിൽ ആദ്യമായി ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ആരെന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഏത് സാഹചര്യത്തിലും ഏത് അവസ്ഥയിലും നിങ്ങളെ ഹൃദയത്തിൽ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ആരെന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾ അറിയാതെ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ആരെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.